നമസ്കാരം. കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ വികസന വാർത്താ പരിപാടിയിലേക്ക് സ്വാഗതം. 14 വിദ്യാർത്ഥികളുമായി അടച്ചുപൂട്ടലിൻ്റെ അന്ത്യവിധി കാത്തിരുന്നിടത്തു നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ചിറകടിച്ച് പറന്നുയർന്നതിൻ്റെ ചരിത്രമാണ് വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂളിൻ്റേത്. 1 മുതൽ 7ാം തരം വരെ 14 വിദ്യാർത്ഥികൾ. സ്കൂളിൻ്റെ പേര് പറയാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നാണക്കേട്. അടച്ചുപൂട്ടാൻ അധികാരികൾ ഉത്തരവും നൽകി. ഇതായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ സ്കൂളിൻ്റെ അവസ്ഥ. എന്നാൽ ജനകീയ ഇടപെടലിലൂടെ ഇന്ന് മികച്ച നിലവാരത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ. ഒറ്റ രാത്രി കൊണ്ട് വികസന കുതിപ്പിലേക്ക് പറന്നുയരുകയായിരുന്നില്ല വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ. അർപ്പണബോധമുള്ള അധ്യാപകരും നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നടത്തിയ ഇടപെടലുകളാണ് സ്കൂളിൻ്റെ മുഖച്ഛായ മാറ്റിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ലക്ഷ്യമിട്ട ഒരു സർക്കാരിൻ്റെ പിന്തുണ കൂടിയായതോടെ ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ മാറി. പ്രദേശവാസിയും ചിത്രകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KK മാരാർ. വലിയൊരു ചരിത്ര പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണിത്. പക്ഷേ ദീർഘകാലം നല്ല നിലയിൽ നടന്നതിന് ശേഷം 1990കളിൽ ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികളുടെ സംഖ്യ കുറയുകയും ഇത് അടച്ചുപൂട്ടാൻ കേരള സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, അന്ന് തലശ്ശേരിയുടെ MLA ആയിരുന്ന ശ്രീ മമ്മു മാസ്റ്റർ, അതുപോലെ തന്നെ ഗ്രന്ഥശാല കൗൺസിൽ അധ്യക്ഷനായിരുന്ന ശ്രീ M പത്മനാഭൻ നായർ, പിന്നെ ഈ പ്രദേശത്തുള്ള അതുപോലുള്ള കുറേ പേരുടെ പരിശ്രമ ഫലമായിട്ട് വിദ്യാലയം താൽക്കാലികമായി 1 വർഷം കൂടി പ്രവർത്തിക്കാൻ അനുമതി നേടിയെടുത്തു. 10-26 കുട്ടികളെ അന്ന് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടച്ചുപൂട്ടാൻ വിധിക്കപ്പെട്ട ഈ വിദ്യാലയം വീണ്ടും രക്ഷപ്പെടുകയും അല്പവർഷങ്ങൾ കൂടി തുടർന്ന് നടക്കുകയും ചെയ്തു. വീണ്ടും വിദ്യാലയത്തിൻ്റെ അവസ്ഥ ഒരു പതനത്തിലേക്കായി. അവസാനം 7 ക്ലാസ്സുകളിലും കൂടി 14 വിദ്യാർത്ഥികൾ മാത്രമായ ഒരവസ്ഥയിലാണ് ഈ വിദ്യാലയത്തിൽ ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ ഇവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് വരുന്നത്. തലശ്ശേരി തിരുവങ്ങാട് പ്രദേശത്തെ വലിയ മാടാവിൽ തറവാട്ട് ഭൂമിയിൽ 170 വർഷം മുൻപ് കുടിപ്പള്ളിക്കൂടമായി തുടങ്ങി പിന്നീട് മലബാർ ബോർഡിന് കീഴിൽ സീനിയർ ബേസിക് സ്കൂളും കാലക്രമേണ സർക്കാർ UP സ്കൂളുമായി മാറിയ ഈ വിദ്യാലയം പ്രദേശത്തെ അനവധി പേർക്കാണ് അക്ഷരവെളിച്ചമേകിയത്. ഈ വിദ്യാലയത്തിൻ്റെ ചരിത്രം ഉത്തര കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ രചിച്ച ഒയ്യാരത്ത് ചന്തുമേനോൻ, അതുപോലെ തന്നെ ഹാസ്യസാഹിത്യ രംഗത്ത് അതികായനായിരുന്ന സഞ്ജയൻ എന്ന MR നായർ, പിന്നെ നമ്മുടെ ആദ്യത്തെ രാജ്യരക്ഷാമന്ത്രിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന VK കൃഷ്ണമേനോൻ, ആദ്യത്തെ മലയാളത്തിലെ ചരിത്രാഖ്യായികകൾ രചിച്ച കപ്പന കൃഷ്ണമേനോൻ, അതുപോലെ കപ്പന കണ്ണൻ മേനോൻ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര രംഗത്ത് വളരെ പ്രശസ്തനായ ശർമാജി എന്ന സുബ്രഹ്മണ്യ ശർമ്മ തുടങ്ങി അനേകം പ്രതിഭകൾ അക്ഷരജ്ഞാനം നേടിയ ഒരു വിദ്യാലയമാണിത്. വിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ലാഭനഷ്ടങ്ങളുടെ തോതുകൊണ്ട് അളന്ന കാലം. ലാഭകരമല്ലെന്ന് കാട്ടി പൂട്ടാൻ തീരുമാനിച്ച കേരളത്തിലെ 100 കണക്ക് വിദ്യാലയങ്ങളിലൊന്നായി ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്കൂളും മാറി. എന്നാൽ അക്കാലത്ത് ഇവിടേക്ക് സ്ഥലം മാറി വന്ന പ്രധാന അധ്യാപകനായ സുരേന്ദ്രൻ മാസ്റ്ററും സഹപ്രവർത്തകരും നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഒരുമിച്ചതോടെ സ്കൂളിന് പുതുജീവൻ കൈവന്നു. നമ്മളെന്താണെന്ന് വെച്ചാൽ നാട്ടുകാരുടെ യോഗം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഇവരോട് വിളിച്ച് കാര്യം സംസാരിച്ച് ഈ വിദ്യാലയം നിലനിർത്തേണ്ടത് ആവശ്യകത എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പിന്നെ വീടുകൾ സന്ദർശിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ സമീപത്തുള്ള വീടുകളിലൊക്കെ സന്ദർശിച്ച് കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളോട് അഭ്യർത്ഥിച്ചു. അതിൽ ടീച്ചേഴ്സും അവരുടെ നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 21 കുട്ടികളെ 1ാം ക്ലാസ്സിൽ ചേർത്തു. 1ാം ക്ലാസ്സിൽ ചേർക്കുകയും ആ അക്കാഡമിക് ഇയർ ടോട്ടൽ സ്ട്രെങ്ത്ത് 42 വരികയും ചെയ്തു സ്കൂളിൻ്റെ. അപ്പോൾ നമുക്ക് ആ 1ാം ക്ലാസ്സിൽ 21 കുട്ടികൾ വന്നു ചേർന്നപ്പോൾ നമുക്കൊരു ഉത്തേജനം കിട്ടി. കാരണം ഇനി നമുക്കൊന്ന് നോക്കാം എന്നുള്ളൊരു നമുക്കെല്ലാം ഒരു ആത്മവിശ്വാസം ഉണ്ടായി. സ്ഥലം MLA AN ഷംസീറിൻ്റെ ഇടപെടലുകളും തലശ്ശേരി നഗരസഭയുടെ പിന്തുണയും സ്കൂളിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടി. നാശോന്മുഖമായ ഒരു വിദ്യാലയം ജനകീയ ഇടപെടലിലൂടെ
മികവിൽ മികച്ച് മുന്നേറുന്ന കാഴ്ച. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ സ്ഥലത്ത് 3 നിലയിലുള്ള ഒരു കെട്ടിടം ഉയർന്നു വരികയാണ്. 1 കോടി രൂപ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായാണ് അങ്ങനെയുള്ളൊരു ഫണ്ട് പ്രത്യേകമായി അനുവദിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് അനുവദിച്ചത്. അതിൻ്റെ പണി ഈ ശനിയാഴ്ച ആരംഭിക്കുകയാണ്. 9 ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ താഴത്തെ നിലയിലൊരു സ്റ്റേജും ഇവിടെ നിർമ്മിക്കാനായാണ് ഉദ്ദേശിച്ചത്. എല്ലാ വർഷവും കുട്ടികൾ PTR സഹായത്തോടുകൂടി കുട്ടികളുടെ വാർഷികാഘോഷങ്ങളും അതുപോലെ തന്നെ മേളകളും ഒക്കെയായി നല്ല പങ്കാളിത്തത്തോടെ ഇപ്പോഴും ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഇന്ന് തലശ്ശേരി നഗരസഭയുടെ കെടാവിളക്കാണ് ഈ വിദ്യാലയം. സർവശിക്ഷാ അഭിയാന്റെ സഹായവും നാട്ടുകാരുടെ ഇടപെടലും ഒരുമിച്ചതോടെ സ്കൂളിന് പുതിയ കെട്ടിടമുണ്ടായി. ഫർണിച്ചറുകൾക്ക് തുക കണ്ടെത്താൻ മാജിക് ഷോ സംഘടിപ്പിച്ച് പണം സ്വരൂപിച്ചു. ഞാൻ വരുമ്പോൾ ഇവിടെ 8 ബെഞ്ചും അതിനാവശ്യമായ ഡെസ്കേ ഉള്ളൂ. പിന്നെ കുട്ടികൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫർണിച്ചറൊന്നുമില്ല. അന്ന് നമുക്കൊരു ബെനിഫിഷ്യറി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സ്കൂളിൻ്റെ കാര്യത്തിൽ. അവരുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചിട്ട് നമ്മളൊരു മാജിക് പ്രോഗ്രാം ഇവിടെ നടത്തി. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടത്തിയത്. എല്ലാം കഴിച്ച് 1 ലക്ഷം ഉറുപ്പിയോളം നമുക്ക് ബാക്കി വന്നു. ആ 1 ലക്ഷം ഉറുപ്പിയിൽ നിന്ന് ബാക്കി ഉപയോഗിച്ചാണ് കുറേ ഫർണിച്ചർ വാങ്ങിച്ചത്. ബാക്കി തുകയാണ് ഇവിടെ നമ്മൾ താൽക്കാലികമായിട്ട് അധ്യാപകരെ നിയമിച്ചിരുന്നു. ഓരോ ക്ലാസ്സിലും ഓരോ മാസം അവർക്ക് ചെറിയ പൈസയാണെങ്കിൽ കൊടുത്തുകൊണ്ട് ഈ പൈസ കൊണ്ട് അധ്യാപകർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ സാധാരണഗതിയിൽ നിയന്ത്രിച്ചു പോകുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുകയെന്ന നയം ഇച്ഛാശക്തിയോടെ നടപ്പാക്കുന്ന ഒരു സർക്കാരിൻ്റെ സാന്നിധ്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ ഉണർവ് സ്കൂളിനും സ്വാധീനിച്ചു. പ്രവേശനത്തിനെത്തുന്ന കുട്ടികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ മാറി. ഭൗതിക സാഹചര്യങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങളിലും ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി ഈ സ്കൂൾ. ഈ വർഷം 17 കുട്ടികൾ LSS നേടുന്ന അക്കാദമിക് രംഗത്തുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് USSലും LSSലും നല്ല രീതി സബ് ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം ഈ വിദ്യാലയത്തിനാണ്. അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലും ഒക്കെ സബ് ജില്ലയിലെ ചാമ്പ്യൻഷിപ്പ് ഈ വിദ്യാലയത്തിനാണ്. അങ്ങനെയുള്ള ഒരു അക്കാദമിക് രംഗത്തുള്ള മുന്നേറ്റവും ഭൗതികപരമായ മുന്നേറ്റത്തോടൊപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 6-ന് O. ചന്തുമേനോൻ സ്മാരക വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഈ വിദ്യാലയത്തിന് പുനർനാമകരണം ചെയ്തു. ഒരു വിദ്യാലയത്തിൻ്റെ മാത്രം കഥയല്ലിത്. ഇങ്ങനെ അനവധി സ്കൂളുകളാണ് കേരളത്തിൽ മികവിൻ്റെയും അഭിവൃദ്ധിയുടെയും പുതിയ ആകാശത്തെ തൊടുന്നത്. കേരള സർക്കാരിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയം സ്വകാര്യവൽക്കരിക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റത്തിൽ ഈ വിദ്യാലയം ഒരു മാതൃക തന്നെയാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ പ്രവാഹം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യ രംഗത്തെ ഒരു വലിയ മാറ്റമാണ്. കാരണം മതചിന്തകൾക്കപ്പുറം അതുപോലെ ജാതി ചിന്തകൾക്കപ്പുറം പൊതുവിദ്യാലയങ്ങളിൽ ഒന്നിച്ച് വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്ന മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്, ഒരു വലിയ ചിന്താ പദ്ധതിക്ക് ഇത് വഴി തുറക്കും. പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ പാരമ്പര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സഹായകമാവും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി കണ്ണൂർ ജില്ലയിൽ മാത്രം 86 പൊതുവിദ്യാലയങ്ങളാണ് മികവിൻ്റെ കേന്ദ്രങ്ങളാവുന്നത്. 5 കോടി, 3 കോടി, 1 കോടി രൂപ വീതമാണ് കിഫ്ബി വിദ്യാലയ നവീകരണത്തിന് നൽകിയത്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 1 എന്ന തോതിൽ ജില്ലയിൽ 11 സ്കൂളുകൾക്ക് 5 കോടി രൂപ വീതം നൽകി മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റി ഉദ്ഘാടനവും പൂർത്തിയാക്കി. 3 കോടി രൂപ വീതം നൽകാൻ 35 സ്കൂളുകളെ തിരഞ്ഞെടുത്തു. ഇതിൽ 1ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 12 വിദ്യാലയങ്ങളിൽ 4 വിദ്യാലയങ്ങളുടെ പണി പൂർത്തിയായി. 6 സ്കൂളുകളിൽ പണി പുരോഗമിക്കുന്നു. ബാക്കി 23 സ്കൂളുകൾ ടെൻഡർ നടപടികളിലാണ്. 40 സ്കൂളുകൾക്കാണ് 1 കോടി രൂപ വീതം വകയിരുത്തിയത്. ഇവിടങ്ങളിൽ നിർമ്മാണ പ്രവൃത്തികൾ പ്രാരംഭഘട്ടത്തിലാണ്. നബാർഡ് ഫണ്ടിൽ നിന്ന് 8 സ്കൂളുകളിൽ വിവിധ പ്രവൃത്തികൾ പൂർത്തിയാക്കി. പ്ലാൻ ഫണ്ട്, MLA ഫണ്ട് എന്നിവയും ഉപയോഗപ്പെടുത്തിയാണ് ജില്ലയിലെ സ്കൂളുകളുടെ വികസന മുന്നേറ്റം. ഇതിനൊപ്പം ജില്ലയിലെ 1514 സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ ഹൈടെക്കായി. 32,992 IT ഉപകരണങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചത്. 1287 സ്കൂളുകളിൽ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ഏർപ്പെടുത്തി. 8246 അംഗങ്ങളുള്ള 148 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾ ജില്ലയിൽ സജീവമാണ്.
16,562 അധ്യാപകർക്കാണ് പ്രത്യേക IT പരിശീലനം നൽകിയത്. കിഫ്ബിയിൽ നിന്ന് 49.32 കോടി രൂപയും പ്രാദേശിക തലത്തിൽ സമാഹരിച്ച 14.62 കോടി രൂപയും ഉൾപ്പെടെ 63.94 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. മലയാളത്തെ അറിയുന്ന, മലയാളിയെ അറിയുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിജയക്കുതിപ്പിലാണ്. ഒരു വലിയ മാടാവിൽ ഗവൺമെൻറ് UP സ്കൂൾ മാത്രമല്ല, അത്തരത്തിലുള്ള ആയിരക്കണക്കിന് സ്കൂളുകളാണ് ഭൗതിക സൗകര്യങ്ങളുടെയും അക്കാദമിക മികവിൻ്റെയും നിറവിൽ കേരളത്തിൽ പുതിയ വെളിച്ചം പകരുന്നത്. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, കണ്ണൂർ.